കായയും ചേനയും കൂടി മെഴുക്ക് വരട്ടിയല്ല കേട്ടോ, കായയും ചേനയും പിന്നെ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കായയും ചേനയും, ഒരു കായയും ഒരു കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്ത സാധനം ചേർക്കാൻ പോകണമെന്ന് വെച്ചാൽ അച്ചിങ്ങയാണ് കേട്ടോ. സാധാരണ അച്ചിങ്ങയും കായും അല്ലെങ്കിൽ അച്ചിങ്ങയും ചേനയൊക്കെയാണ് ചേർക്കണത്. അപ്പം ഞാനിത് മൂന്നും കൂടിയാണ് ഇപ്പോൾ ഇവിടെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ചിങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ, ഇതുപോലെ വേവില്ലാത്തതുകൊണ്ട് കായയും ചേനയും ഒന്ന് വെന്തതിന് ശേഷമാണ് അച്ചിങ്ങ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം, അതിലുണ്ടാവും വെള്ളം, ഇല്ലെങ്കിൽ ഒരു നുള്ളു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. കാര്യം അധികം വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കുഴഞ്ഞു വല്ലാത്ത പരിവായി പോകും. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചാണ്. പാകത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ അത് മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഒരു 2 എണ്ണം, ഒരു സവാള, കരിവേപ്പില, ഉപ്പ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലോണം മൂത്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച അച്ചിങ്ങയും കായയും ചേനയും കൂടിയുള്ള കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് അടച്ചിട്ട് വേവിച്ച് സൂപ്പറായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് യൂസ് ചെയ്യാം. ചോറിൻ്റെ കൂടെ സൈഡൊന്നും വേണ്ട, ഇത് മാത്രം കൂട്ടി ചോറിനാൻ പറ്റും. ഒന്ന് ഉണ്ടാക്കി കഴിച്ചോട്ടെ. ഇത്തിരി മോരും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും.